നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പിംഗ് വിത്ത് ചേഞ്ച്. നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ എല്ലാ റിക്വയർമെൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്തു, അല്ലെങ്കിൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓൾവേസ് ചേഞ്ച് ഇസ് എ ഫാക്ടർ. ഇത് നമ്മൾ ഡിസൈനിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയമായിരിക്കാം, ലെറ്റ് ഇറ്റ് ബി ഡ്യൂ ടു കോമ്പറ്റീഷൻ, ലെറ്റ് ഇറ്റ് ബി ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ മാനേജ്മെൻറ്റ് പ്രയോറിറ്റീസ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷേഴ്സ് ആയിരിക്കാം. ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സിൽ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ, നമുക്കത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിതിൽ റീവർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്നതാണ് റീവർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഒന്നുകൂടെ ഈ ഒരു വർക്കിനെ ഒന്നുകൂടെ നമ്മൾ റീഡൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു എന്താണ് പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോപ്പപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ സിസ്റ്റത്തിനെ കൊണ്ട് സാധിക്കണം. സോ അതിൻ്റെ കീഴിൽ വരുന്ന രണ്ട് അപ്രോച്ചസ് ആണ് ചേഞ്ച് ആൻറ്റിസിപ്പേഷൻ ആൻഡ് ചേഞ്ച് ടോളറൻസ്. സോ ചേഞ്ച് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി വി നീഡ് ടു ആൻറ്റിസിപ്പേറ്റ്, ലൈക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം വാട്ട് ആർ ദി പോസിബിൾ ചേഞ്ചസ്. ഇപ്പം ഒരു റീവർക്കിൻ്റെ ഒരു പോസിബിലിറ്റി വരുന്നതിന് മുന്നേ നോക്കി ഇതൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ റീവർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഇതിനെ ചേഞ്ചിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ചേഞ്ച് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. ചേഞ്ച് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചേഞ്ചിനെ നമ്മുടെ സിസ്റ്റത്തിൽ ഈസിലി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റിനെയാണ് ചേഞ്ച് ടോളറൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ചേഞ്ചിനെ നമുക്ക് കോപ്പപ്പ് ചെയ്യാൻ രണ്ട് വേസ് യൂസ് ചെയ്യാം. ഒന്ന് പ്രോട്ടോടൈപ്പും, രണ്ട് ഇൻക്രിമെൻ്റൽ ഡെലിവറി. ഫസ്റ്റ്, സ്പീക്കിംഗ് ഓഫ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മളൊരു മോഡൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിൽ പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെയേറെ സജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ വാട്ട് ഈസ് എ പ്രോട്ടോടൈപ്പ്? ഇറ്റ് ഈസ് എ ഏർലി വേർഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. നമ്മളുടെ ഒരു കൺസെപ്റ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും പുതിയ ഡിസൈൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ പോസിബിൾ സൊല്യൂഷൻസിനെയോ ട്രൈ ഔട്ട് ചെയ്യാനും പറ്റിയ ഒരു സംഭവമാണ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സോ ഈ പ്രോട്ടോടൈപ്പിൽ നിന്നും നമുക്ക് ഫസ്റ്റ് തിങ് നമുക്ക് റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണെന്നും നമ്മളുടെ റിക്വയർമെൻറ്റ്സിനെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ സൊല്യൂഷൻസ്, ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും സിസ്റ്റം പ്രോട്ടോടൈപ്സ് യൂസ് ചെയ്യുമ്പോഴത്തേനും. സോ സിസ്റ്റം പ്രോട്ടോടൈപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു സീ ഹൗ വെൽ ദ സിസ്റ്റം സപ്പോർട്ട്സ് ദിയർ വർക്ക്. അപ്പം ഇതിൽ നമുക്ക് പുതിയ ഐഡിയാസിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫങ്ഷൻസിൻ്റെ സ്ട്രെങ്തോ വീക്ക്നെസ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കാം. അപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് നമ്മുടെ പ്രോട്ടോടൈപ്പിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതിൻ്റെ ഫങ്ഷനാലിറ്റി ഡിഫൈൻ ചെയ്യാണ്. പ്രോട്ടോടൈപ്പിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ താഴോട്ട് കൊടുത്തിരിക്കുന്നത്. സോ പ്രോട്ടോടൈപ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ഓഫ് ദ പ്രോസസ്സിൽ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനെ വാലിഡേറ്റ് ചെയ്യാനും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നമുക്ക് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഇനി ഇപ്പം ഞാനൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, അപ്പം അതിൽ നിന്നും അതിനെ എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം അതിനെ എനിക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് ആക്കണമെങ്കിൽ അതിൽ ചേഞ്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് മച്ച് മോർ ഈസി ആൻഡ് കുറച്ചുകൂടെ നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഡെലിവറി കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്യും. ആൻഡ് ഫൈനലി ഇറ്റ് കംസ് വിത്ത് ദിസ് പ്രോട്ടോടൈപ്പ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പം ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, യൂസർ ട്രെയിനിങ്ങിന് അത് ആപ്റ്റാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും ലാസ്റ്റ് ഇവാലുവേഷനിൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഓബിഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ഡിസ്കവർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് നമ്മളുടെ ഈ ഒരു ചേഞ്ചിനെ കോപ്പപ്പ് ചെയ്യാനുള്ള സെക്കൻഡ് ടൈപ്പ് ഇസ് ഇൻക്രിമെൻ്റൽ ഡെലിവറി. നമ്മൾ ഇൻക്രിമെൻ്റൽ മോഡൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എഗെയിൻ ഇറ്റ് ഈസ് ദ സെയിം തിങ് ദാറ്റ് ഇസ് ബീൻ ഡിസ്കസ്ഡ് ഹിയർ, വിച്ച് മീൻസ് ദാറ്റ് ഇൻക്രിമെൻ്റൽ ഡെലിവറി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലെ ഒരു അപ്രോച്ചാണ്. എങ്ങനെയാണ് ഇൻക്രിമെൻറ്റ്സിനെ യൂസ് ചെയ്ത് ഇപ്പം നമ്മളൊരു യൂണിറ്റ്സ് ഓരോ മോഡൽസ് എന്ന് പറഞ്ഞ പോലെ ഓരോ ഇൻക്രിമെൻറ്റ്സ്. അപ്പം ഈ ഒരു ഇൻക്രിമെൻറ്റിന് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത്? പ്രയോറിറ്റി ബേസിസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഏത് സർവീസിനാണ് എനിക്ക് കൂടുതൽ പ്രയോറിറ്റി? ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഇപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എനിക്കിപ്പം ഒരു വിഷ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നതിനേക്കാളും ചിലപ്പം ഞാനൊരു കാർട്ടിലോട്ട് ആഡ് ചെയ്തതിന് പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളൊരു ഫങ്ഷനായിരിക്കും എനിക്ക് വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ അങ്ങനെ നമുക്ക് ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ സർവീസസിന് പ്രയോറിറ്റി ഉണ്ട്. മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള സർവീസസിനായിരിക്കും നമ്മൾ ആദ്യമേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ഇൻക്രിമെൻറ്റിനും നമ്മൾ ആദ്യമേ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള സർവീസിനെ
ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ദാറ്റ് വിൽ ബി ഡെലിവേർഡ് ഫസ്റ്റ്. അപ്പം ഓരോ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റി ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ലേറ്റർ കുറേ ഇൻക്രിമെൻറ്റ്സിന് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പക്ഷേ ഒരു റിക്വയർമെൻറ്റ് ഒരു ഇൻക്രിമെൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. സോ ഈ ഒരു ഇൻക്രിമെൻറ്റിന് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൊണ്ടുണ്ടെങ്കിൽ സിസ്റ്റമായിട്ട് തന്നെ നമുക്കിതിനെ ചെയ്യാം, അല്ലാതെ ഇൻക്രിമെൻ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. സോ കസ്റ്റമറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ഒരു ചേഞ്ച് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒന്നുകൊണ്ടുണ്ടെങ്കിൽ ഈ കറൻ്റ് ആയിട്ടുള്ള പ്രസൻ്റ് ആയിട്ടുള്ള ഇൻക്രിമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ സിസ്റ്റത്തിനെ ഓവറോൾ ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാം. സോ ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമ്മൾ റിക്വയർമെൻറ്റ്സിനെ ആദ്യമേ സ്പെസിഫൈ ചെയ്യുന്നു. റിക്വയർമെൻറ്റ്സിന് ഇൻക്രിമെൻറ്റിലോട്ട് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രയോറിറ്റി ബേസിസിലായിരിക്കും അസൈൻ ചെയ്യുക. പിന്നെ സിസ്റ്റം ആർക്കിടെക്ചർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, ഈ സിസ്റ്റം ഇൻക്രിമെൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം ഇതിൽ നിന്നും നമുക്ക് എൻ്റയർ സിസ്റ്റത്തിനെ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ സ്റ്റെപ്പിലോട്ടായിരിക്കും വന്ന്, കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിലാണ് ഈ സ്റ്റെപ്പിൽ നിന്ന് ഡിപ്ലോയിൽ നിന്നും ഫൈനലിലോട്ട് പോകുന്നത്. ഇൻക്രിമെൻറ്റിനെ വാലിഡേറ്റ് ചെയ്യും, ഇൻക്രിമെൻറ്റിന് നമ്മൾ ബാക്കിയുള്ള ഇൻക്രിമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യും, എൻറ്റയർ സിസ്റ്റത്തിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യും, ആൻഡ് ഫൈനലി വിൽ ബി ഡിപ്ലോയിങ് ഇറ്റ്. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രയോറിറ്റി ബേസിസിൽ ഓരോ ഇൻക്രിമെൻറ്റ്സ് ഉണ്ടാവും. ആ ഇൻക്രിമെൻറ്റ്സിനെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വാലിഡേറ്റ് ചെയ്തിട്ടായിരിക്കും അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇൻക്രിമെൻറ്റൽ ഡെലിവറി. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് പ്രോട്ടോടൈപ്പിനേക്കാളും ഇപ്പോൾ ഒരു ഹൈ പ്രയോറിറ്റി ഫംഗ്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം എൻറ്റയർ സിസ്റ്റം ഡെലിവർ ആവുന്നോടെ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പിന്നെ കുറച്ചുകൂടി ഈസിയാണ് ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഹയർ പ്രയോറിറ്റി ആയിട്ടുള്ള സർവീസസിന് നമ്മൾ ആദ്യം ഡീൽ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സിൻ്റെ ചാൻസസ് കുറവായിരിക്കും. പക്ഷേ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐട്രേറ്റീവ് ഡെലിവറി ഇവിടെ ഒരു പ്രോബ്ലമായിട്ട് വരും. ബിക്കോസ് ഇഫ് ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിന് ഒരു പുതിയ സിസ്റ്റം റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐട്രേറ്റീവ് ഡെലിവറി ഇവിടെ ഒരു പ്രോബ്ലമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബേസിക് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് വേണം. അത് ഏതൊരു ഇൻക്രിമെൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് വേണം. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. പിന്നെ ഒരു ഫൈനൽ ഇപ്പോൾ അൺടിൽ ആൻഡ് അൺലെസ് ഫൈനൽ ഇൻക്രിമെൻറ്റ് ഇസ് റെഡി, നമുക്ക് ഈ ഒരു എൻ്റയർ സിസ്റ്റത്തിനെ പറ്റി ചിലപ്പം ഒരു ഐഡിയ കിട്ടിയെന്ന് വരത്തില്ല. സോ അതൊക്കെ ചില കീ പ്രോബ്ലംസാണ് നമ്മളിതിൽ ഫേസ് ചെയ്യുന്നത്.